നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ കേസിൽ ജോപ്പനും ശാലുമേനോനും ജാമ്യം. കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഓട്ടോമൊബൈൽ രംഗത്തെ പുത്തൻ കാഴ്ചകളുമായി SBT ഏഷ്യാനെറ്റ് ഓട്ടോമൊബൈൽ എക്സ്പോ കോഴിക്കോട് തുടങ്ങി. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാരഥി പുരസ്കാര സമർപ്പണം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാരഥി പുരസ്കാര സമർപ്പണം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. പ്രൊഫസർ മേലത്ത് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം ഏർപ്പെടുത്തിയ സാരഥി പുരസ്കാരം അത് എൻ്റെ ഈ എളിയ കൈകൾ കൊണ്ട് കൊടുക്കാൻ കഴിയുക എന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇവിടെ എത്തുന്നത് വരെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന, നമ്മളൊക്കെ വളരെയേറെ അഭിമാനത്തോടെ നോക്കി നിൽക്കാറുള്ള രാജു നാരായണ സ്വാമി എന്ന വലിയ വ്യക്തിത്വം ഇവിടെ എത്തിയിട്ടില്ല. സുമാരൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കണം. സുമാരൻ തന്നെ പറഞ്ഞു ഈ സാരഥി പുരസ്കാരത്തിൻ്റെ പുസ്തകം നോക്കിയിട്ട് ഒരു പുരസ്കാരം നിർണയിക്കണം എന്നാണ് എന്നോട് ഏൽപ്പിച്ച ദൗത്യം. കുറേ പുസ്തകങ്ങൾ നോക്കി അതിൽ നാനയുടെ നിലാവും നിഴലും നിലാവും എന്ന പുസ്തകം അർഹത നേടി. അപ്പം ഇന്നിവിടെ വന്നിട്ട് ആ പുസ്തകത്തെക്കുറിച്ചും നായനെക്കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ വലിയൊരു ഭാഗ്യത്തിലാണ് എനിക്ക് വന്ന് പെട്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ നിയോഗം എന്ന് പറയുന്നത്. കാരണം സാരഥി പുരസ്കാരമാണ് ബാലഗോകുലത്തിൻ്റെ സാരഥി പുരസ്കാര നിർണയ സമിതിയാണ് നടത്തുന്നത് എന്നൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. മറ്റ് പുരസ്കാരങ്ങളിൽ നിന്ന് ഈ ആദരവും ഈ പുരസ്കാരവും ഒക്കെ വ്യത്യസ്തമാകുന്നത് അതിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന അദൃശ്യമായ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ്. ഗാന്ധിജിയോട് പണ്ട് ചോദിച്ചത്രേ, ഈ സൂര്യോദയം കാണുമ്പോഴും ഈ ചന്ദ്രോദയം കാണുമ്പോഴും ഒക്കെ ബാപ്പുജി അതിൽ കവിത കാണാറുണ്ടോ എന്ന്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, ഞാൻ സൂര്യോദയമോ ചന്ദ്രോദയമോ അസ്തമയമോ ഒന്നും അല്ല കാണുന്നത്, അതിൻ്റെ പിന്നിലുള്ള അദൃശ്യമായ ശക്തിയെയാണ്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കഴിഞ്ഞ 6 വർഷക്കാലമായി സംസ്ഥാന തലത്തിൽ യുവകവികളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സാരഥി പുരസ്കാരം എന്ന പേരിൽ അവാർഡ് നൽകി വരുന്നു. കൂടാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ആദരപർവം എന്ന വേറിട്ട പരിപാടിയും സാരഥി പുരസ്കാര സമിതിയുടേതാണ്. സാരഥി പുരസ്കാര സമിതി ചെയർമാൻ ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുകുമാരൻ പെരിയച്ചൂർ സ്വാഗതവും ജില്ലാ സംഘടനാ സെക്രട്ടറി ജയരാമൻ മാടിക്കൽ നന്ദിയും പറഞ്ഞു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ KV ഗണേശൻ പൊന്നാട അണിയിക്കൽ ചടങ്ങ് നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘചാലക് P. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നയനാജി സാരഥി പുരസ്കാരത്തിന് അർഹയായി. പ്രത്യേക ജൂറി പുരസ്കാരം ലുക്ക് മാനുവൽ ഹക്കീം ലക്ഷദ്വീപ് ഏറ്റുവാങ്ങി. CV രവീന്ദ്രനാഥ്, K. ബാലചന്ദ്രൻ, മൃണാൾ പൈ, ബാബു KG, K. സുധാകരൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. EV ജയകൃഷ്ണൻ, പ്രസാദ് കരുവളം, TK നാരായണൻ, P. ദാമോദരപ്പണിക്കർ, KV ഗോവിന്ദൻ, ബിന്ദു ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു.
കേസിൽ ടെന്നി ജോപ്പനും ചാലു മേനോനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന വ്യവസ്ഥകളോടെയാണ് സോളാർ കേസ് പ്രതികളായ ശാലുമേനോനും ടെല്ലി ജോപ്പനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലുമാണ് ശാലുവിന് ജാമ്യം ലഭിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ നൽകണം, 6 മാസത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പാടില്ല, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം എന്നിവയാണ് വ്യവസ്ഥകൾ. 50,000 രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലുമാണ് ജോപ്പന് ജാമ്യം ലഭിച്ചത്. 6 മാസത്തേക്ക് കേരളം വിട്ടുപോകരുതെന്നും ആവശ്യം വരുമ്പോഴെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജോപ്പന് കർശനോപാധികളോട് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും ശാലുവിന് ജാമ്യം നൽകുന്നതിനെ സർക്കാർ ശക്തമായി എതിർത്തിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യമായതിനാൽ ശാലുവിന് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം ശാലുവിനെതിരായ 2 കേസുകളിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാടിലായിരുന്നു കോടതി. സോളാർ കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നും തിരുവനന്തപുരം സ്വദേശി റാസിക്കലിൽ നിന്നും 40 ലക്ഷം രൂപ ബിജുവിനൊപ്പം ചേർന്ന് തട്ടിയെടുത്തുമെന്നുമുള്ള 2 കേസുകളാണ് ശാലുവിനെതിരെയുള്ളത്. സോളാർ തട്ടിപ്പിനിരയായ പത്തനംതിട്ട കോന്നി സ്വദേശി ശ്രീധരൻ നായരുടെ പരാതിയിന്മേലായിരുന്നു ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി രാജിവെച്ച ശേഷം അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ട് BJP കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് BJP കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. സരിത എസ് നായർ സ്വന്തം അഭിഭാഷകന് 21 പേജുള്ള മൊഴി സരിത നൽകിയെന്ന് പോലീസ് സൂപ്രണ്ട് മറുപടി നൽകിയിരിക്കുന്നു. ഇത് സർക്കാരിന്റെ ഔദ്യോഗിക രേഖയാണ്. 21 പേജുള്ള മൊഴി സരിത സ്വന്തം അഭിഭാഷകന് നൽകിയിരിക്കുന്നു എന്ന് ജില്ലയുടെ പോലീസ് ജയിൽ സൂപ്രണ്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു തെളിവും ബോധ്യമാകാത്ത, ഒരു തെളിവും മനസ്സിലാകാത്ത കേരളത്തിലെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഇത് ബോധ്യമായിട്ടില്ല. ഇത് ബോധ്യമാകാത്ത ഒരാളേ ഉള്ളൂ കേരളത്തിൽ. അത് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്കാണ് ഇത് ബോധ്യമാകാത്തത്. എന്താണ് എന്ന് ഇതുവരെയും ബോധ്യമാകാത്തത് ഉമ്മൻചാണ്ടിക്കാണ്. BJP ജില്ലാ പ്രസിഡന്റ് മാലുമേൽ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വെള്ളിമൺ ദിലീപ്, മാമ്പുഴ ശ്രീകുമാർ, ദേവകിയമ്മ, രാജു കൃഷ്ണൻ, ഗോപിനാഥ്, വൈക്കൽ മധു, മറ്റ് ജില്ലാ നേതാക്കന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില പവന് 160 രൂപ താഴ്ന്ന് 23,040 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് താഴ്ന്നത്. ഇതോടെ വില 2,880 രൂപയായി. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 23,040 രൂപയായിരുന്ന പവൻ വില വെള്ളിയാഴ്ച 23,200 രൂപയിലേക്ക് ഉയർന്ന ശേഷമാണ് ഇന്ന് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നതാണ് ആഭ്യന്തര വിപണിയിൽ വില കുറയാൻ സഹായിച്ചത്. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ വില കുതിച്ചുയർന്നു. 1 ട്രോയ് ഔൺസ് സ്വർണത്തിന് $21.70 വർദ്ധിച്ച് $1,397.80 ഇനി ഒരിടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. സോളാർ പ്രശ്നത്തിന്റെ അന്വേഷണം സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദൃശ്യമായി ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് അവർ ചെയ്യേണ്ടത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. പക്ഷേ LDF ചർച്ചയ്ക്ക് തയ്യാറല്ല. അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെങ്കിൽ
എഴുതിത്തരുന്നതും പരിഗണിക്കും. എന്നാൽ രാഷ്ട്രീയ അജണ്ടയാണ് പ്രതിപക്ഷത്തിനുള്ളത്, അല്ലാതെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന താൽപ്പര്യമല്ല. ശാലുമേനോനും ജോപ്പനും ജാമ്യം ലഭിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ പോകുമോ എന്ന ചോദ്യത്തിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജോലിക്ക് മലയാളം പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. UDF സർക്കാരാണ് സർക്കാർ ജോലിക്ക് മലയാളം പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. അതനുസരിച്ച് വകുപ്പുകൾ നടപടിയെടുത്ത് PSCക്ക് അയച്ചു. PSC അത് അംഗീകരിക്കുകയും അനന്തര നടപടികൾക്കായി സർക്കാരിന് കൈമാറുകയും ചെയ്തു. ഇത് ക്യാബിനറ്റിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു. അതേസമയം പ്രശ്നത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക പരിഹരിക്കുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. ഈ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയുള്ള മാറ്റിവയ്ക്കലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുമായി ചർച്ച നടത്തി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആശങ്ക പരിഹരിച്ച് മലയാളം പഠനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പണയം വെച്ച തിരുവാഭരണം പോലീസ് കണ്ടെടുത്തു. ദേവിയുടെ തിരുവാഭരണത്തിലെ 5.25 പവൻ സ്വർണമാണ് പന്തളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെടുത്തത്. ചെങ്ങന്നൂർ നൂറനാട് പടനിലത്ത് മധുസൂദനൻ ശർമ്മയാണ് തിരുവാഭരണം മോഷ്ടിച്ച് പണയം വെച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞ വേളയിൽ സംശയം തോന്നിയ ക്ഷേത്രമധികൃതർ മോഷണം കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ ഉച്ചയോടെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കി. കൊല്ലം നഗരത്തിൽ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ തൽക്ഷണം മരിച്ചു. മണലിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മജീദിന്റെ മകൻ ഷംനാദാണ് മരിച്ചത്. രാവിലെ 10:30-ക്കായിരുന്നു അപകടം. ബസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ഷംനാദിന്റെ ബൈക്കിൽ തട്ടുകയും ഷംനാദ് ബസിനടിയിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ബസിന്റെ പിൻചക്രം തലയിലൂടെ കയറിയതിനാൽ തൽക്ഷണം മരണം സംഭവിച്ചു. മാരുതി സുസുക്കി വാഗണറിന്റെ പുതിയ മോഡലായ സ്റ്റിൻഗ്രേ നിരത്തിലിറങ്ങി. അത്യാധുനിക സംവിധാനങ്ങളോടെ 3 വ്യത്യസ്ത മോഡലുകളിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വാഗണർ സ്റ്റിൻഗ്രേയുടെ ലോഞ്ചിംഗ് കോട്ടയത്ത് AVG മോട്ടോഴ്സിൽ നടന്നു. ആദ്യം ഇറങ്ങിയ വാഗണറിന്റെ ഔട്ട്ലുക്കിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളോടെയാണ് പുതിയ വാഗണർ സ്റ്റിൻഗ്രേ പുറത്തിറങ്ങിയിരിക്കുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ LXI, VXI, VXI ഓപ്ഷണൽ എന്നീ 3 മോഡലുകളിലായാണ് സ്റ്റിൻഗ്രേയുടെ പ്രവേശനം. 20.15 കിലോമീറ്ററാണ് സുസുക്കി കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. കോട്ടയത്ത് AVG മോട്ടോഴ്സിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് ചീഫ് MP ദിനേശ് ലോഞ്ചിംഗ് നിർവഹിച്ചു. AVG മോട്ടോഴ്സ് CEO ജിയോ തോമസ്, ചീഫ് ജനറൽ മാനേജർ വീന തോമസ്, ജനറൽ മാനേജർ നീനു എസ് ചന്ദ്രൻ, ട്രൂ വാല്യൂ ജനറൽ മാനേജർ CGP മാത്യൂസ് എന്നിവർ പങ്കെടുത്തു. ആകർഷകമായ 5 വ്യത്യസ്ത നിറങ്ങളാണ് സ്റ്റിൻഗ്രേയ്ക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. വാഹനത്തിന്റെ ബുക്കിംഗിനൊപ്പം റെഡി ടു ഡെലിവറി സൗകര്യം AVGയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ കേസിൽ ജോപ്പനും ശാലുമേനോനും ജാമ്യം. കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഓട്ടോമൊബൈൽ രംഗത്തെ പുത്തൻ കാഴ്ചകളുമായി SBT ഏഷ്യാനെറ്റ് ഓട്ടോമൊബൈൽ എക്സ്പോ കോഴിക്കോട് തുടങ്ങി. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാരഥി പുരസ്കാര സമർപ്പണം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.